ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ഇന്ന് കേക്ക് മുറിക്കൽ നടക്കുകയാണ്. ആരുടെ കേക്ക് മുറിക്കൽ? സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേക്ക് മുറിക്കൽ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. സംസ്ഥാന മന്ത്രിസഭയുടെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി സിയാലിൽ നടക്കുന്ന ആഘോഷത്തിന്റെ ദൃശ്യങ്ങളാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചേർന്ന് കേക്ക് മുറിക്കുന്നു. ചടങ്ങിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. 4 വർഷം പൂർത്തിയാക്കുകയാണ്. ഇപ്പോൾ മന്ത്രിമാരുണ്ട്. മന്ത്രി കെ രാജൻ, മന്ത്രി പി രാജീവ്, റോഷി അഗസ്റ്റിൻ, കെ ബി ഗണേഷ് കുമാർ, കടന്നപ്പള്ളി രാമചന്ദ്രൻ, ഒപ്പം മന്ത്രി കൃഷ്ണൻകുട്ടി എന്നിവരാണ് ഇപ്പോൾ മുഖ്യമന്ത്രിക്കൊപ്പമുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ മന്ത്രിസഭയുടെ 4ാം വാർഷിക ആഘോഷമാണ് ഇന്ന് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്യുന്നത്. കടന്നപ്പള്ളി രാമചന്ദ്രൻ ആദ്യത്തെ മധുരം നുണഞ്ഞിരിക്കുന്നു. ഈ മധുരം എടുത്തത് ഇപ്പോൾ മിനിസ്റ്റർ കെ രാജൻ. ഈ മധുരം ജനങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ തുടർ ഭരണത്തിനുള്ള സാധ്യതയുണ്ട്. ഈ മധുരം കയ്പാണെങ്കിൽ തുടർ ഭരണത്തിൻ്റെ സ്വപ്നം അവസാനിക്കും. കേക്ക് മുറിക്കുകയാണ്. സിയാലിൽ നടക്കുന്ന ആഘോഷ പരിപാടിയിൽ 4ാം വർഷം പൂർത്തിയാക്കുന്ന സർക്കാരിൻ്റെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമാകുന്നു. ഇന്ന് വിപുലമായ പരിപാടികളാണ് പലയിടങ്ങളിലും സംഘടിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ കേരളം എന്ന അഭിമാനകരമായ നേട്ടങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള പ്രദർശന പരിപാടികൾ വിവിധയിടങ്ങളിലായിട്ട് നടക്കുകയാണ്. റോഷി അഗസ്റ്റിൻ, മുഖ്യമന്ത്രി എല്ലാവർക്കും അവരവരുടേതായ കേക്കിൻ്റെ വിഹിതം മുറിച്ച് നൽകുന്നുണ്ട്. മിനിസ്റ്റർ കൃഷ്ണൻകുട്ടിക്ക് ഓക്കെ മധുരം കഴിച്ചു. മിനിസ്റ്റർ പി രാജീവ്, എല്ലാവർക്കും കുറച്ച് വിഹിതമാണ് മിനിസ്റ്റർ കൊടുക്കുന്നത്, CM കൊടുക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും ഈ സർക്കാർ മധുരമാണോ കയ്പാണോ എന്ന് വരും ദിനങ്ങളിൽ അറിയാം എന്നുള്ളതാണ്. 1 വർഷം മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന്. 4 വർഷം മുമ്പാണ് മുഖ്യമന്ത്രി കേക്ക് മുറിച്ച് മധുരം പങ്കിടുകയാണ്. ഓക്കെ, സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന് തുടക്കമാവുകയാണ്. മുഖ്യമന്ത്രി കേക്ക് മുറിച്ച് ഉദ്യോഗസ്ഥർക്കും അവിടെയുള്ള മന്ത്രിമാർക്കും വിതരണം ചെയ്യുകയാണ്. ഇടതു സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷമാണ്. തെളിഞ്ഞ ചിരിയോടുകൂടിയാണ് മന്ത്രിമാർ കേക്ക് മുറിച്ച് മധുരം. സിയാലിൽ നടക്കുന്ന ചടങ്ങുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഉദ്യോഗസ്ഥരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കും കേക്ക് മുറിച്ചു കൊടുക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇടത് സർക്കാർ 4 വർഷം പൂർത്തിയാക്കുന്ന വേളയാണ്. അതേസമയം ഇന്ന് പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷം എന്നതുകൂടി ഓർമ്മിപ്പിക്കണം. കരിങ്കൊടി പ്രതിഷേധമുണ്ട് പലയിടങ്ങളിലും. 4 വർഷം പൂർത്തിയാക്കുന്ന ഒരിടത്ത് മധുരം പങ്കിടുന്നു, മറുഭാഗത്ത് പ്രതിപക്ഷം കരിങ്കൊടി കാണിക്കുകയും കരിങ്കൊടി പ്രതിഷേധത്തിനും ഇന്ന് പ്ലാൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 4 വർഷം പൂർത്തിയാക്കുമ്പോൾ ഇടതു സർക്കാർ തിരിച്ചുവരും എന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ പിണറായി സർക്കാരിൻ്റെ 9ാം വർഷം കഴിഞ്ഞ് 10ാമത്തെ വർഷത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ പറയാം. പിണറായി സർക്കാർ 10ാം വർഷത്തിലേക്ക്, 2ാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷത്തിന് തുടക്കമാവുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെയുള്ള മാധ്യമപ്രവർത്തകരുള്ളവർക്കടക്കം മധുരം മുറിച്ച് നൽകുന്നത് മുഖ്യമന്ത്രി തന്നെയാണ്. നേരിട്ട് മുഖ്യമന്ത്രി തന്നെ മധുരം മുറിച്ച് നൽകുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിയാലിൽ നടക്കുന്ന ആഘോഷ പരിപാടികളാണ്. സർക്കാരിൻ്റെ പ്രധാനമായിട്ടും ദേശീയപാത വികസനം അടക്കമുള്ള അടിസ്ഥാന സൗകര്യ വികസനമാണ് സർക്കാർ തങ്ങളുടെ നേട്ടമായി എടുത്തു കാണിക്കുന്നത്. എന്നാൽ ജനജീവിതത്തിൽ പ്രത്യേകിച്ച് വന്യജീവികളുമായി ബന്ധപ്പെട്ട സംഘർഷമടക്കം എടുത്തു കാണിക്കുന്നുണ്ട് പ്രതിപക്ഷം. 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴും സർക്കാരിനെ പിടിച്ചുലച്ച വലിയ അഴിമതി ആരോപണങ്ങളൊന്നും പ്രതിപക്ഷത്തിന് തെളിവുകൾ സഹിതം ഹാജരാക്കാൻ സാധിച്ചില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. അതേസമയം തന്നെ വന്യജീവി സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയോര മേഖലയിൽ അസംതൃപ്തിയുണ്ട്. ബിഷപ്പ് അംബ്ലാനി ഇന്നലെ സൂചിപ്പിച്ചതും പ്രേക്ഷകർ കണ്ടു. അപ്പോൾ ഒരു ഭാഗത്ത് അസംതൃപ്തി ഒരു വിഭാഗം ജനങ്ങളിലുണ്ട് എന്നുള്ളതാണ് പ്രതിപക്ഷം കണക്കുകൂട്ടുന്നത്. അതിനുകൂടി അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷം കർശനമായ വിമർശനങ്ങൾ ഉയർത്തുന്നത്. ഇപ്പോൾ മാധ്യമപ്രവർത്തകർക്കും മധുരം പങ്കുവയ്ക്കുന്നുണ്ട്.
സിയാലിൽ നടന്ന ആഘോഷ പരിപാടികളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. കേക്ക് മുറിച്ച് മധുരം പങ്കിട്ട് രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുന്നു. പിണറായി സർക്കാരിൻ്റെ 10ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. അച്യുതമേനോന് ശേഷം ഏറ്റവും കൂടുതൽ കാലം ഒരേ സമയത്ത് മുഖ്യമന്ത്രിയായിരുന്നതിൻ്റെ റെക്കോർഡ് ഇപ്പോൾ പിണറായി വിജയൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു വട്ടം കൂടി വരുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് എല്ലാവരും കാത്തിരിക്കുന്ന സസ്പെൻസ് നിറഞ്ഞ ചോദ്യം. ഇനി ഒരു വർഷമേ ബാക്കിയുള്ളൂ. ഒരു വർഷത്തിനുള്ളിൽ അടുത്ത മെയ് 20-25 തീയതിയൊക്കെ ആകുമ്പോഴേക്കും അടുത്ത സർക്കാർ അധികാരത്തിലെത്തും. 4ാമതും 3ാമതും പിണറായി സർക്കാർ തന്നെ അഥവാ ഇടതു സർക്കാർ തന്നെ അധികാരത്തിൽ വരുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.